ഹലോ, അങ്ങനെ നമ്മൾ മൺട്രോത്തുരുത്തിൽ നിന്നും തിരിച്ച് കൊല്ലത്തേക്ക് യാത്ര തിരിക്കുകയാണ്. എങ്ങനെയാണെന്നല്ലേ, ഇന്ന് നമ്മൾ ജങ്കാറിലാണ് നമ്മുടെ മടക്ക യാത്ര. അപ്പോൾ ജങ്കാറിൽ കയറിയിട്ടുള്ള ഒരുപാട് പേരുണ്ട്, പക്ഷെ കയറാത്തവരുമുണ്ട്. അങ്ങനെയാണെങ്കിൽ ജങ്കാറിൻ്റെ വിശേഷത്തിലേക്ക് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ മൺട്രോത്തുരുത്തിൽ നിന്ന് കൊല്ലത്തേക്ക് പോകണം എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞത് ജങ്കാറിൽ തന്നെ നിങ്ങൾ പോകും, ദൂരം കുറവാണെന്ന്. എങ്കിൽ പിന്നെ മൺട്രോത്തുരുത്ത് കാണാൻ വന്നതല്ലേ, ആ സ്ഥലത്തുള്ള എല്ലാം ഒന്ന് പരിചയപ്പെടണ്ടേ? അതല്ലേ ശരിക്കും പറഞ്ഞ ഒരു യാത്രയുടെ പ്രത്യേകത. ശരിക്കും ജങ്കാറിനെ കുറിച്ച് ഞാൻ ഈ സിനിമയിലൊക്കെ വാഹനങ്ങൾ കയറ്റുന്നതും ഇറക്കുന്നതും കണ്ടിട്ടുണ്ട് എന്നുള്ളതല്ലാതെ കൊല്ലത്ത് താമസിക്കുന്ന ഞാൻ ഇന്നുവരെ ഈ ജങ്കാറിൽ കയറിയിട്ടുമില്ല, ഇതുവരെ ഇത് കണ്ടിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഇത് ഞാനും ആദ്യമായിട്ടാണ്. അപ്പോൾ ഞങ്ങളവിടെ ചെന്നപ്പോൾ തന്നെ ജങ്കാറ് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവസാനമാണ് ഞങ്ങളുടെ കയറുന്നത്. ഈ കാറ് കയറുന്ന കണ്ടപ്പോഴാണ് ദൈവമേ ഞാനൊന്ന് ഞെട്ടിപ്പോയത്. ഇത് വേണമായിരുന്നു എന്നൊക്കെ തോന്നിപ്പോയി. കാരണം അത്രയ്ക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നി, പേടിക്കുകയും ചെയ്തു ഞാനൊന്ന്. ഓക്കെ, എന്തായാലും ഞങ്ങൾക്ക് മുമ്പ് തന്നെ കുറേ വാഹനങ്ങൾ അവിടെ കയറിയിട്ടുള്ളതുകൊണ്ട് ഈ വാഹനം കയറുക അത്ര എളുപ്പമല്ല. ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ മുമ്പിൽ കുറേ വാഹനങ്ങളുണ്ട്, അതിൽ ചെന്ന് നമ്മുടെ വാഹനം തട്ടുകയും ചെയ്യും, മുമ്പിലുള്ള വാഹനം നേരെ കായലിൽ പോവുകയും ചെയ്യും. നമുക്കത് കാണുമ്പോൾ അറിയാലോ. കാരണം വാഹനം കയറിയെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നേ ഉണ്ടായിരുന്നില്ല. ഇത് കണ്ടപ്പോൾ ഞാൻ കയറിയില്ലെന്നാണ് കരുതിയത്, പക്ഷേ വാഹനം കയറി കഴിഞ്ഞു. ഞാൻ ചെന്ന് നോക്കുമ്പോൾ രഞ്ജനം ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല അതിനകത്ത് അവിടെ ഉള്ള പലരും മൺട്രോത്തുരുത്ത് കണ്ട് തിരിച്ചു പോവാണ്. അവരും ആദ്യമായിട്ട് ജങ്കാറിൽ കയറുന്നവരുണ്ട്. ശരിക്കും നോക്കിയേ, നമ്മുടെ വാഹനം ജങ്കാറിൻ്റെ ഏതാണ്ട് അറ്റത്താണ് നിൽക്കുന്നത്. ഇത് കേട്ടപ്പോൾ ഒന്നുകൂടെ ഞാൻ പേടിച്ചു. ദൈവമേ, ഒട്ടും അകലമില്ല. ഇപ്പോൾ കടവത്ത് നമ്മുടെ വാഹനത്തിന് തമ്മിലുള്ള അകലവും കണ്ടോ, തട്ടിയില്ലെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ജങ്കാർ ഇതാണ്. അപ്പോൾ നമ്മുടെ ജങ്കാർ കടവത്ത് നിന്ന് പുറപ്പെട്ടു. ഇനി നമ്മൾ നേരെ പോകുന്നത് പെരുമണിലേക്കാണ്. ആ ജങ്കാറിൽ നിന്നും ഒന്ന് നോക്കേ, എത്ര മനോഹരമാണ് സ്ഥലം കാണാനെന്ന്. കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിൽ നമ്മൾ പെരുമൺ എത്തി കേട്ടോ. അതാണ് ശരിക്കും പറഞ്ഞത്. അവിടെ പാലം പണിയൊക്കെ നടക്കുന്നുണ്ട്. എന്തായാലും ഈ ജങ്കാറിലൊന്ന് കയറണം, അതൊരു വേറൊരു അനുഭവം തന്നെയാണ് കേട്ടോ. പക്ഷേ കയറി എത്ര ബുദ്ധിമുട്ടില്ല ഇറങ്ങാനെന്നാണ് രഞ്ജേട്ടൻ പറഞ്ഞത്. എനിക്ക് ഏതാണ്ട് അങ്ങോട്ട് പോയപ്പോൾ മൺട്രോത്തുരുത്തിലേക്ക്, കൊല്ലത്തുനിന്ന് മൺട്രോത്തുരുത്തിലേക്ക് പോകാൻ വേണ്ടി വന്ന സമയം 1.5 മണിക്കൂറാണെങ്കിൽ തിരിച്ച് മൺട്രോത്തുരുത്തിൽ നിന്നും പെരുമൺ വരെ ഈ ജങ്കാറും, പെരുമണിൽ നിന്നും നമ്മുടെ അഞ്ചാലുമൂട് വഴി കൊല്ലത്തെത്താൻ എനിക്ക് വേണ്ടി വന്ന 30 മിനിറ്റാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മൺട്രോത്തുരുത്ത് പോകാൻ ഏറ്റവും എളുപ്പം ഈ ജങ്കാർ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ഇതൊന്ന് നോക്കുക കേട്ടോ. ഓക്കെ, എന്തായാലും ഞാൻ ഈ റെക്കോർഡ് ചെയ്യുന്ന മൈക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അത് വാങ്ങാനായിട്ട് ഞാൻ ഈ താഴെ കൊടുക്കുന്ന ലിങ്കിൽ കയറിയാൽ മതി കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. ടാറ്റാ.